വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി ശ്രീ വൈരിഘാതക ക്ഷേത്ര തിരമഹോത്സവത്തിന് ഇന്ന് തുടക്കം കുറിച്ചു. പിണറായി വൈരിഘാതക ക്ഷേത്ര തിരമഹോത്സവം ഏപ്രിൽ 17, 18, 19, 20 തീയതി നടക്കുകയാണ്. വടക്കേ മലബാറിലെ തന്നെ അതിപുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ പിണറായി ശ്രീ വൈരിഘാതക ക്ഷേത്രം. ഇവിടെ വർഷങ്ങളായി ഇപ്പോൾ കുറെ കാലമായിട്ട് നമ്മൾ കലോത്സവം നടത്തുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പ്രാവശ്യം നമ്മൾ 4 ദിവസത്തെ പരിപാടിയാണുള്ളത്. അതിൽ ഇന്ന് 17-ാം തീയതി മുതൽ ആണ് ഇതിന്റെ ശ്രീകോവിലിലെ നവീകരണ ശുചീകരണത്തോടുകൂടിയാണ് ആരംഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇന്ന് നമുക്ക് തെയ്യക്കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ പ്രദർശനം നടക്കുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടനം നമ്മുടെ വാർഡ് മെമ്പർ നിർവഹിച്ചു കഴിഞ്ഞു. നമ്മുടെ രോഷി ചെങ്ങരയാണ് ഈ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്തുള്ള മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലെയും തെയ്യങ്ങളുടെ രൂപം പകർത്തിയിട്ടുള്ള ഒരു ഫോട്ടോ പ്രദർശനമാണ്. അത് അടുത്ത ദിവസം 18-ാം തീയതി പതിവ് പൂജകളോടുകൂടി വീണ്ടും നമ്മുടെ പരിപാടികൾ ആരംഭിക്കും. വൈകുന്നേരം നമുക്ക് സാംസ്കാരിക സമ്മേളനം, തുടർന്ന് ഈ പ്രദേശത്തുള്ള നാട്ടുകാർ തന്നെ ആയിട്ടുള്ള ആൾക്കാരുടെ വിവിധ കലാപരിപാടികളുണ്ട്. അംഗൻവാടി കുട്ടികളുടെ കലാപരിപാടികളുണ്ട്. അതിനെ തുടർന്ന് രാത്രി മയൂര നാട്യ കലാലയം അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഏപ്രിൽ 19-ന് അഭിഷേകങ്ങളും നിവേദ്യം കൈനത്യമായിട്ടുള്ള കാര്യങ്ങളോട് കൂടി ആരംഭിക്കുന്ന പരിപാടികൾ. വൈരിഘാതകന്റെയും പരദേവതയുടെയും വെള്ളാട്ടങ്ങളുണ്ടാവും വൈകുന്നേരം 7 മണിക്ക്. തുടർന്ന് നമ്മളൊരു സാംസ്കാരിക സമ്മേളനം 7:30 മണിക്ക്. അത് കഴിഞ്ഞ് നമ്മുടെ ക്ഷേത്ര മാതൃസമിതിയുടെ തിരുവാതിരയുണ്ട്. തുടർന്ന് 8:30-നാണ് രാത്രി കണ്ണൂർ താവം ഗ്രാമവേദിയുടെ വടക്കൻ പെരുമ എന്ന നാടൻ പാട്ട് കലാരൂപം. അത് കഴിഞ്ഞ് രാത്രി 11 മണിക്കാണ് നമ്മുടെ കാളരാത്രി ഭഗവതിയുടെ കുളിച്ചെഴുന്നള്ളത്ത് കലശത്തോടു കൂടി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ഏപ്രിൽ 20-ന് രാവിലെ 8:30 മുതൽ വൈരിഘാതകന്റെയും പരദേവതയുടെയും കാളരാത്രി ഭഗവതിയുടെയും തെയ്യങ്ങൾ കെട്ടിയാടപ്പെടും. വൈകുന്നേരം 5 മണിക്കാണ് കാളരാത്രി ഭഗവതിയുടെ കുരിശിയുള്ളത്. ഇതോടുകൂടിയാണ് പരിപാടികൾ അവസാനിക്കുന്നത്. അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് പ്രസാദ സദ്യ ഉണ്ട്. 20-ാം തീയതിയാണ് കാളരാത്രി ഭഗവതിയുടെ തിരുമുടി വെക്കലും. അതോടൊപ്പം തന്നെ കാളരാത്രിയുടെ അനുഗ്രഹം നേടുവാനും മുഴുവൻ നാട്ടുകാരും പങ്കെടുക്കണം. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടക്കുന്നുണ്ട്. ആ പുനരുദ്ധാരണത്തിന് നാട്ടുകാരുടെ മുഴുവൻ സഹായ സഹകരണവും പ്രതീക്ഷിക്കുന്നു. പിണറായി ശ്രീ വൈരിഘാതക ക്ഷേത്രം വളരെ നാളുകളായി ജീർണിതാവസ്ഥയിൽ നിന്നും ഗവൺമെന്റിന്റെ ഏതാണ്ട് 1.5 കോടിയിൽ പരം രൂപയുടെ സഹായത്തോടുകൂടി പുനരുദ്ധാരണം ഭാഗികമായി പൂർത്തീകരിക്കപ്പെടുന്ന ഈ അവസരത്തിലാണ് ഈ തിരമഹോത്സവം ഈ പ്രാവശ്യം കൊണ്ടാടുന്നത്. ഇനിയും ഏതാണ്ട് പകുതിയിലധികം പുനരുദ്ധാരണ പ്രവൃത്തികൾ ബാക്കി നിൽക്കുകയാണ്. ഈ പ്രവൃത്തികൾക്ക് വേണ്ടി ഭക്തജനങ്ങളുടെയും മുഴുവൻ നാട്ടുകാരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ്.